ഹലോ, വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരുടെയും ക്രിസ്മസ് നന്നായി എന്ന് കരുതുന്നു കേട്ടോ. കൂട്ടുകാരെല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? അങ്ങനെ വെക്കേഷൻ തീർന്നു അല്ലേ? ഇനി നാളെ മുതൽ മക്കളൊക്കെ സ്കൂളിലേക്ക് അല്ലേ? അപ്പോൾ ആദ്യമേ തന്നെ കൂട്ടുകാരെല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ നല്ലൊരു പുതുവർഷം എല്ലാവർക്കും നേരുന്നു കേട്ടോ. ഇത് ക്രിസ്മസിൻ്റെ അന്നത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. കാലത്ത് അന്ന് ചായക്ക് വെള്ളയപ്പമാണ് ഉണ്ടാക്കിയത്. ഉരുളൻകിഴങ്ങും ഗ്രീൻ പീസ് കറിയും ഒക്കെ ഇട്ടിട്ടുള്ള ഇഷ്ടമുണ്ടല്ലോ, അതേപോലെ ഒരു ഇഷ്ടമാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. നല്ല പണിയായിരുന്നു. തലേദിവസം മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ വെച്ചു. പിന്നെ പോർക്കും ബീഫും ഉച്ചയ്ക്ക് ഉണ്ടാക്കി കേട്ടോ. ബീഫ് റോസ്റ്റ് ഷാജാറിൻ്റെ സ്പെഷ്യലാണ്, അതുകൊണ്ട് തന്നെ അത് ഷാജാറിനാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതുപോലെ തന്നെ സർലാസും ഷാജാറിന് തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ പോർക്ക്, ഞങ്ങൾ തൃശ്ശൂർക്കാർ പോർക്ക് എന്നാട്ടാ പറയാറ്. അതാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അമ്മ കുന്നംകുളങ്കരി ആയതുകൊണ്ടും എനിക്ക് പോർക്ക് വെച്ച് അത്ര വശം വരാത്തത് കൊണ്ടും ഒരു കുന്നംകുളം സ്റ്റൈലിൽ തേങ്ങയൊക്കെ വറുത്തരച്ച് പട്ട, മറ്റു വെളുത്തുള്ളി, മുഴമല്ലി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നിറച്ച് അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ വെച്ചു കേട്ടോ. അങ്ങനെ കുന്നംകുളം സ്റ്റൈലിൽ ഒരു പോർക്ക് കറിയും വെച്ചു. മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കിയിട്ടോ. ഇവിടെ 25 ദിവസം നോയമ്പ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം വാങ്ങിയെങ്കിലും അളവൊക്കെ കുറച്ചേ വാങ്ങിയുള്ളൂ. ചിക്കനും ബീഫും പോർക്കൊക്കെ വാങ്ങിയെങ്കിലും വളരെയധികം അളവ് കുറച്ചിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മുന്തിരി വൈനാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ, അതായത് ഞാനും അമ്മയൊക്കെ കൂടിയിട്ട് വീട്ടാവശ്യത്തിനായിട്ട് എല്ലാ വർഷവും മുന്തിരി വൈൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ വർഷങ്ങളിലെ വിശേഷ ദിവസങ്ങളിലൊക്കെ, ഓണം അല്ലെങ്കിൽ ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ വൈൻ എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ 4 മണിക്ക് ചായക്ക് ഞങ്ങൾ വെട്ടയപ്പം ചിക്കൻ കറിയും ഗ്രേവിയൊക്കെ ആയിട്ട് കഴിച്ചു. വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അമ്മയെ ചേട്ടൻ വന്ന് കൊണ്ടുപോയിട്ടോ. ഇതുപോലെ ക്രിസ്മസ് രാത്രി വൈകിട്ട് ക്രിസ്മസ് കൂടും ട്രീയും ലൈറ്റും ഒക്കെ കാണാൻ അടുത്തുള്ള പള്ളികളിലേക്കും വീടുകളിലേക്കൊക്കെ പോയിട്ടോ. അങ്ങനെ കൂട്ടുകാർ ഇതുപോലെ പോവാറുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമാണല്ലേ അങ്ങനെയൊക്കെ പോകുന്നത്. തൊട്ടടുത്ത വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നടന്ന് എല്ലാ വീടും കൂടും ലൈറ്റൊക്കെ കണ്ട് കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടി, എന്നിട്ട് തമ്മിൽ നമ്മൾ അഭിപ്രായമൊക്കെ പറയില്ലേ, ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ. അതെൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവൾ സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഞാനപ്പോൾ അതേ ചിക്കൻ കറി, അതിലേക്കുള്ള ചിക്കൻ കറിയും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുത്തൻപള്ളി, ലൂർദ് പള്ളി, അതുപോലെ ലത്തിൻപള്ളി, കുരിയച്ചിറ, പറവട്ടാനി, ഉല്ലൂർ പള്ളി, അങ്ങനെ ഒരുപാട് പള്ളികളിലേക്ക് ഞങ്ങൾ ക്രിസ്മസ് കൂട് കാണാനും ലൈറ്റൊക്കെ കാണാനും പോയിട്ടാണ്. ഇത് അമ്മ അവിടെ സർലാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർലാസിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഫോൺ വന്നതാണ് കേട്ടോ. അതിനിടയിൽ നമ്മൾ സർലാസ് വേഗം ആക്കണത്. കാരണം നേരം വൈകി, മക്കൾക്കൊക്കെ വിശന്ന് തുടങ്ങി, കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കാര്യങ്ങൾ വേഗം ചെയ്യാണ്. കുഞ്ഞു മക്കൾക്ക് വേഗം ഫുഡ് കൊടുക്കാമെന്ന് കരുതി. തന്നെയല്ല, ബിരിയാണിയാണ് ഉണ്ടാക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പ് നമുക്ക് കൂടും ചെയ്യൂലേ, അത് സ്വാഭാവികം. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോന്നും ചെയ്യണം കേട്ടോ. അമ്മ സർലാസ് ഉണ്ടാക്കണു, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണു, അനീതി ദേ അപ്പുറത്തെ അടുക്കളയിൽ അനീത്തി ബിരിയാണി ഉണ്ടാക്കണു കേട്ടോ. അപ്പോൾ അതേ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു. അത് തിള വന്നപ്പോൾ ചിക്കൻ ഇട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ വന്ന് അടുക്കളയിലേക്ക് എത്തിച്ച് നോക്കുന്നുണ്ട്, ബിരിയാണി ആയോ എന്ന് ചോദിച്ച്. ഇത് അനീത്തിയുടെ ഇളയ മോനാണ് കുഞ്ഞൂസ്. ബിരിയാണി അപ്പുറത്ത് വിറകടുപ്പിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അത് ശരിയായി ഉള്ളിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് ഒന്ന് ഇളക്കി ശരിയാക്കി നോക്കണം കേട്ടോ, ആയോ എന്നൊക്കെ നോക്കാണ്. ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മല്ലിയില രണ്ടിനും, ബിരിയാണിക്കും അതുപോലെ ചിക്കൻ കറിക്കൊക്കെ മല്ലിയിലൊക്കെ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയും പിന്നെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു വിട്ടാം. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, റീൽസൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷോർട്സ് കാണണേ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കണുണ്ടിട്ട് കുഞ്ഞു മോൻ ഇടയ്ക്കിടയ്ക്ക് ഹായ് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു പുതുവർഷം നേരുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ മിന്ന ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.